സുറ വിത്ത് സൂര്യയുടെ ദ വെരി ഫസ്റ്റ് ഗസ്റ്റ് ട്രെയിലർ കാണുമ്പോൾ ആളുകൾക്ക് ചോദിക്കാനുള്ളത് ആടെവിടെ പാപ്പാനെ വിജയ് ബാബുവിനോടാണ് ചോദിക്കുന്നത്. അതെ, ആടുണ്ടോ ആടുണ്ട് പാപ്പ. അപ്പൊ സർബച്ചെന്നിയൊരു ഒരു ഫോട്ടോ തരുമോ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. നമുക്ക് ഇന്ദ്രൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇപ്പൊ ആളുകൾ പോകുമ്പോൾ ആശാനെ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇന്ദ്രൻ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു പച്ചയായ മനുഷ്യനാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയ്ക്ക് നിൽക്കും. പക്ഷെ പുള്ളി കോസ്റ്റ്യൂം ഇട്ട് ക്യാമറയുടെ മുമ്പിലോട്ട് വന്നിട്ട് നമ്മൾ ഞെട്ടിച്ചു ജർക്കി ചെയ്തിട്ട് ബാക്കിലോട്ട് ഇതില് എല്ലാം മണ്ടന്മാരാണല്ലോ. എന്ത് മാസം കാണിച്ചാലും എന്റെ ഈ വിനായകൻ ചേട്ടന്റെ ആ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഡ്യൂഡിന്റെ അധോലോകത്തേക്ക് പറഞ്ഞു വിടുമെന്നുള്ളത്. ഡ്യൂഡിനെ തമിഴന്മാർ പിടിച്ചോണ്ടിരിക്കല്ലേ. അദ്ദേഹത്തിന് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വലിയൊരു ഒരു സ്ഥാനത്തിന്റെ പുറകെയാണ്. ലാലേട്ടനാണ് ആ സർപ്രൈസ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പൻ അറക്കലെ പോലെ വലിയ കാര്യമായിട്ടാണ് ഇൻസൾട്ട് ചെയ്തത്. ഇവർ തമ്മിലൊരു റിവെഞ്ച് വീണ്ടും വരുമോ? ആരുടെ നെറ്റിയിൽ വെച്ച് പിഴിയുമ്പോഴാണ് ഏറ്റവും നല്ല സർബത്ത് കിട്ടുന്നത്? ഭയങ്കര ഡെഡിക്കേഷനാണ്. ഓരോ സീനും എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം ചിന്തിക്കുന്ന ഒരാളാണ്. 1 മണിക്കൂറോളം കോമഡി വേറെ ഇപ്പുണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചത്. പാസ്റ്റ് 1 ആണ് ഇപ്പൊ ഇറക്കുന്നത്. അത് പാസ്റ്റിലാണ്. ഇനി ആദ്യത്തെ ഒരു ഫ്യൂച്ചർ ആയിരിക്കും. സർപ്രൈസ് ആണ്. ഈ ഓടുന്ന ഈ സീനൊക്കെയാണ് അതിന്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ട് ഉള്ളത്. ഓട്ടം നടക്കുമ്പോൾ ജയന്റെ ആക്ച്വലി കാല് നന്നായിട്ട് സ്പ്രെയിൻ ആയിരുന്നു. തീരെ വയ്യ, കാലനക്കാൻ വയ്യ, വരാം. അതിനും കൂടെ ചേർത്ത് സഹകരിക്കുകയാണ്. അതാണ് ആക്ടറിന്റെ കഴിവ്. ഈ ശരിക്കും ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ടൈം ട്രാവൽ ആണെന്നാലും ഞങ്ങളത് പറഞ്ഞിട്ടില്ലല്ലോ. ആൾക്കാർ പറയാം ഇത് ആരാ ഈ സിനിമ കണ്ടിട്ടുള്ളത്, ഇത് 1 ഉം 2 പോലെയല്ല, പ്രഡിക്റ്റബിൾ അല്ല. ആ കിട്ടിയ കപ്പാണെങ്കിൽ സർവീസ് സമയത്ത് പറഞ്ഞു കുറച്ച് മാസം കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഇതിൽ കിട്ടിയേക്കാം.